പേടിയുള്ള ഒരാളാണ് നിങ്ങൾ. ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും നമ്മൾ തിയേറ്ററിൽ വരെ മുള്ളിപ്പോവും. ഇതുപോലത്തെ കുറേ കമന്റ്സ് കേട്ടിട്ടാണ് ഞാൻ ഈ പടം കാണാൻ വേണ്ടി പോയത്. ഒരു ഒടുക്കത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച രാത്രി 12 മണിക്ക് എനിക്കൊരു ഹൊറർ പടം കാണണമെന്ന്. അത് പ്രണവ് മോഹൻലാലിന്റെ ഡിയാസ് ആൻഡ് ഇറ എന്നുള്ള ഈ മൂവി ആയിപ്പോയി. ഇല്ല, ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനുള്ളതല്ലേ. ആദ്യത്തെ ആവേശമൊന്നും ആദ്യത്തെ ഹാഫ് കണ്ടതിന് ശേഷം എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഏകദേശം ഒന്ന് തളർന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓവർ എക്സ്പെക്ടേഷൻ വെച്ച് പോകരുത്, സീറോ എക്സ്പെക്ടേഷൻ വെച്ച് പോയാൽ മതി. സീറോ എക്സ്പെക്ടേഷൻ വെച്ച് പോയാൽ മാത്രമേ നിങ്ങൾക്ക് പടം വർക്കാവത്തുള്ളൂ. അതുപോലെ തന്നെ ഈ പടം നമുക്കൊരു വിഷ്വൽ ട്രീറ്റ് അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഇതൊരു ഓഡിയോ ട്രീറ്റ് ആണ്. സോ നിങ്ങൾ അങ്ങനത്തെ ഒരു ടൈപ്പ് തിയേറ്ററിനെ കണ്ടു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് വർക്കാവും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് അഭിനയം. പ്രണവ് മോഹൻലാലിനെ പിന്നെ പറയണ്ട, ആളുടെ ഓരോ പടത്തിലും ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആകെ വിരലെണ്ണാവുന്ന ക്യാരക്ടേഴ്സ് മാത്രമേ ഈ സിനിമയിലുള്ളൂ. ഒരു സൂപ്പറായിട്ട് പെർഫോമൻസ് വെച്ചിരിക്കുന്ന ഒരാൾ ഈ സിനിമയിലുണ്ട്. പക്ഷെ എനിക്ക് പേര് പറയാൻ വേണ്ടി പറ്റില്ല, കാരണം അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്പോയിലർ ആയിപ്പോ. പിന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ പേരുള്ള ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെയും കൂട്ടി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സെറ്റ് ആയിരിക്കും. നല്ല രീതിക്ക് എന്റർടൈൻമെന്റും കിട്ടും.